കുഴപ്പമില്ല, തുടങ്ങാല. Good morning, students. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning, ma'am. My name is Archana. Good morning, ma'am. എൻ്റെ പേര് അർച്ചന എന്നാണ്. നിങ്ങളുടെ പുതിയ HA ടീച്ചറാണ് കേട്ടാ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീച്ചറാണ്. ഓക്കെ. എല്ലാരും ജോയിൻ ചെയ്താ? മ്യൂട്ട് ആക്കണം കേട്ടാ. മ്യൂട്ട് ആക്കുക. ഓക്കെ. മ്യൂട്ട് ആക്കിയ? ഓക്കെ. എല്ലാരും ഇവിടെ അടുത്ത് തന്നെ ഉള്ളവരാണോ? ചേന്നമംഗലം പറവൂരൊക്കെയാണോ? എവിടെയുള്ളവരാ? എന്റെ പേര് രമ്യ. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണന്ന്. നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അടുത്ത എവിടെയെങ്കിലും ആണോന്നേ. നമ്മുടെ അടുത്താ. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. മിസ്സിനെ എടുക്കാനുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. നോക്കാം എന്താ വരുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഓക്കെ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body take place. എന്താ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് അല്ലെ. എന്താണ് അവിടെ നടക്കുന്നത്? ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ്. എന്ത് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? കട്ടിങ് അല്ലെ. പേഷ്യന്റ് രോഗിയുടെ ശരീരത്തില് ചെറിയൊരു കട്ടിങ് ചെയ്ത് അതിനുശേഷം രോഗിയുടെ ശരീരത്തില് ഇന്റേണൽ ഓർഗാൻസ് അല്ലെ, അവിടെ വരെ നമുക്ക് റീച്ച് ചെയ്യുന്ന സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്താ? ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് വേർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് which means operations that involve cutting into and working inside a
patient's body take place. അല്ലെ? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് വേർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ടേക്ക് പ്ലേസ്. അല്ലെ? എന്താ ചെയ്യുന്നത് നമ്മള്? രോഗിയുടെ ശരീരത്തിൽ ഒരു കട്ടിങ് ഉണ്ടായി അതിനുശേഷം അതിൽ കൂടെ അയാളുടെ ഇന്റേണൽ ഓർഗാൻസ് വരെ റീച്ച് ചെയ്ത് സർജറി നടത്തി നമുക്ക് ഇറങ്ങണം. അല്ലെ? അതാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ദിസ് മേ കണ്ടെയ്ൻ. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതൊക്കെ തരം സർജറിയാ? സർട്ടൻ അല്ലെ? കീ ഹോൾ സർജറി, പിന്നെ ഓപ്പൺ സർജറി, 2 തരം സർജറി അതിനകത്ത് നടക്കാം. ഏതൊക്കെയാ വരിക? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി. കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ എന്താ? where cameras and a laparoscope are inserted through small incision. അല്ലെ? കീ ഹോൾ സർജറി എന്താ നോക്കാം. കീ ഹോൾ സർജറിയിൽ എന്താ? ചെറിയ ക്യാമറ അല്ലെ? ക്യാമറ, സ്മോൾ ക്യാമറാസ് ആൻഡ് എ ലാപ്രോസ്കോപ്പ്, അത് ശരീരത്തിനുള്ളിലേക്ക് കിടത്തും. എന്നിട്ട് എവിടെ? ഇൻസിഷൻ, സ്മോൾ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കട്ടിങ്ങുകൾ. നമ്മുടെ ശരീരത്തില് സർജറി ആണെങ്കിൽ ആ ഭാഗത്ത് കട്ട് ചെയ്യണ്ടേ നമുക്ക്? അവിടെ കട്ട് ചെയ്തിട്ട് കുഞ്ഞി ക്യാമറ ഉള്ളിലേക്ക് ഇറത്തും. ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്രോസ്കോപ്പി യൂസസ് a thin lighted tube that has a video camera. The tube is called a laparoscope. അല്ലെ? ലാപ്രോസ്കോപ്പി എന്താണ്? ഒരു ചെറിയ thin lighted tube that has a video camera. ഒരു വീഡിയോ ക്യാമറ ഉള്ള thin lighted tube ആണ് ലാപ്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുക. The tube is called laparoscope. എന്താണ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? ലാപ്രോസ്കോപ്പി is a surgical procedure used to examine the organs in the belly or abdomen. അബ്ഡമൻ എന്ന് പറഞ്ഞാൽ അടിവയർ അല്ലെ? അവിടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കീ ഹോൾ സർജറി എന്താ? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി. ഓപ്പറേഷൻ തിയേറ്ററിലാണ് സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഏത് സ്ഥലമാണ്? അവിടെയാണ് ചില ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ? സർജറികൾ നടക്കുന്നത്. എന്തൊക്കെ തരം സർജറികൾ ഉണ്ട്? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി അല്ലെ? കീ ഹോൾ സർജറി എന്താ? where cameras and a laparoscope are inserted through small incision അല്ലെ? where cameras, കുഞ്ഞി ക്യാമറകള്, പിന്നെ ലാപ്രോസ്കോപ്പ് ആർ ഇൻസേർട്ടഡ്, ആ തിൻ വീഡിയോ ക്യാമറ അല്ലെ? അത് ചെറിയ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ കട്ടിങ്. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കിടക്കണം. സർജറി ചെയ്യണമെങ്കിൽ എന്താ? ചെറിയ കട്ടിങ് ഉണ്ടാക്കണം. ആ കട്ടിങ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും ലാപ്രോസ്കോപ്പും ക്യാമറ. അതിനാണ് കീ ഹോൾ സർജറി പറയാ. ഇനി ഓപ്പൺ സർജറി എന്താ? ഫോർ ഓപ്പൺ സർജറി വേർ സർജൻ മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ്. ഓപ്പൺ സർജറി എന്താ? സർജൻസ് അല്ലെ? നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിന് നമ്മൾ എന്താ പറയാ? സർജൻസ്. അവരെന്താ ചെയ്യാ? അവര് വലിയ ലാർജർ കട്ട്സ് അല്ലെ? ലാർജർ മുറിവുണ്ടാക്കും, ലാർജർ ആയിട്ട് കട്ട് ചെയ്യും ബോഡി. എന്നാലാണ് അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഓപ്പൺ സർജറി അല്ലെ? ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാല് ലാർജർ കട്ട്സ്. ഇന്റേണൽ ഓർഗാൻസിൽ എത്തണ്ടേ നമുക്ക് സർജറി ചെയ്യണമെങ്കിൽ? എവിടെയാണോ സർജറി ചെയ്യണ്ടേ അതിലേക്ക് എത്തണം നമുക്ക് അല്ലെ? അപ്പൊ ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗാൻസ്, അതാണ്. അപ്പൊ 2 തരം സർജറി. കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി. പിന്നെന്താ? റോബോട്ട് അസിസ്റ്റഡ് സർജറി allows a surgeons to perform certain procedures through small incision. Robot assisted surgery എന്ന് പറഞ്ഞാൽ എന്താ? Robot assisted surgery is when your surgeon uses a robotic device to do your procedure. സർജൻ റോബോട്ട് ഉപകരണം ഉപയോഗിക്കുകയാണ് ഈ സർജറി നടത്താൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോബോട്ട് സർജറി. അതിനകത്ത് എന്താ ഉണ്ടാവുക? ദ ഡിവൈസ് ഹാസ് എ റോബോട്ടിക് ആം അല്ലെ? ഒരു റോബോട്ടിന്റെ കൈ പോലെ ഒരു സാധനം ഉണ്ടാവും. എന്തിനാ? ദാറ്റ് ക്യാൻ ഹോൾഡ് സ്മോൾ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ചെറിയ സർജറിക്ക് യൂസ് ചെയ്യണം ഇൻസ്ട്രുമെന്റ്സ്. പിടിക്കണത് ആരാ? റോബോട്ടിക് ആം, ഒരു റോബോട്ട് കൈ അല്ലെ? റോബോട്ട് കൈയാണ് പിടിക്കുക. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറഞ്ഞാൽ റോബോട്ടിന്റെ ഒരു റോബോട്ടിക് ഉപകരണം ഹെൽപ്പ് ചെയ്യും നമ്മുടെ സർജനെ. സർജറിക്ക് വേണ്ടിയിട്ട് ഒരു റോബോട്ടിക് ഉപകരണം ഹെൽപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയാ? റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയാം. അതിലെന്താ ഉണ്ടാവുക? അതില് ഒരു റോബോട്ട് കൈയില് സ്മോൾ സർജിക്കൽ ഉപകരണങ്ങൾ, ചെറിയ സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ
പിടിച്ചോണ്ട് നിൽക്കും അല്ലെ. സർജൻ സർജറി ചെയ്യുമ്പോൾ ഒരു റോബോട്ട് കൈയെ സ്മോൾ ഉപകരണങ്ങള് പിടിച്ചോണ്ട് നിൽക്കും. ഓക്കെ, ഇതിനാണ് എന്ത് പറയാ, റോബോട്ട് അസിസ്റ്റഡ് സർജറി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കണേ, ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR or operating rooms. ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT, ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് OR, ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, അപ്പൊ എന്തെല്ലാം നോക്കി, എന്തെല്ലാം മനസ്സിലായി നമുക്ക്? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് വേർ certain intrusive surgical procedures take place. അല്ലെ, certain intrusive, certain intrusive surgical, 1 minute. Certain intrusive surgical procedures take place. അല്ലെ, like cutting, which involve cutting into and working inside a patient's body take place. Okay, ഓപ്പറേഷൻ തിയേറ്ററില് സർജറികൾ നടക്കുന്നു. ഇൻട്രൂസീവ് ഒന്ന് പറഞ്ഞു തരാവോ? എന്തേ ക്ലാസ് കുറച്ച് വൈകിയത്. ഇൻട്രൂസീവിന്റെ മീനിങ് ഫസ്റ്റില് സെർട്ടൈൻ ഇൻട്രൂസീവിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാം. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാല് നമ്മള് കട്ട് ചെയ്യുക, ബോഡി കട്ട് ചെയ്തിട്ട് ബോഡിയിൽ ചെറിയ ഒരു മുറിവുണ്ടാക്കുക, നമുക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് കടക്കണം അല്ലെ. സർട്ടൻ ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാല് ബോഡി കട്ട് ചെയ്തിട്ട് നമുക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് കടന്നാലല്ലേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് വിച്ച് മീൻസ് ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ് കട്ടിംഗ് ഇൻടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അവിടെ തന്നെ പറയണ്ടേ എന്താണ് ഇൻട്രൂസീവ്? ബോഡിയില്, രോഗിയുടെ ബോഡിയിൽ ഒരു കട്ടിങ് ഉണ്ടാക്കുകയും നമുക്ക് അതിനകത്തോട്ട് കയറണ്ടേ, ഒരു ചെറിയ കട്ടിങ് ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ളതിനാണ് എന്താ പറയാ, ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി ഉണ്ട്? ഒന്നാമത്തേന് കീ ഹോൾ സർജറി, രണ്ടാമത്തേന് ഓപ്പൺ സർജറി, പിന്നെ എന്ത് പറഞ്ഞു, റോബോട്ട് അസിസ്റ്റഡ് സർജറി. അപ്പൊ കീ ഹോൾ സർജറിയിൽ എന്തൊക്കെയാണ്? ഒരു ക്യാമറയും ലാപ്രോസ്കോപ്പും അല്ലെ, വേർ ക്യാമറാസ് ആൻഡ് ലാപ്രോസ്കോപ്പ് ആർ ഇൻസേർട്ടഡ് ത്രൂ സ്മോൾ ഇൻസിഷൻ. ഇൻസിഷൻ എന്താ? സ്മോൾ കട്ടിങ്സ്, ചെറിയ കട്ടിങ് ഉണ്ടാക്കുക, നമ്മുടെ ബോഡിയിൽ ചെറിയ കട്ടിങ് ഉണ്ടാക്കും, നമുക്ക് അതിനകത്ത് കൂടി വേണം ചെയ്യാനായിട്ട്. അപ്പൊ കീഹോൾ എന്താ? ക്യാമറ ആൻഡ് ലാപ്രോസ്കോപ്പ് ആർ ഇൻസേർട്ടഡ് ത്രൂ സ്മോൾ ഇൻസിഷൻ. ഓക്കെ, ഫോർ ഓപ്പൺ സർജറി എന്താ? വേർ സർജൻസ് മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗാൻസ്. ഓക്കെ, പിന്നെ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താ മിസ് പറഞ്ഞു അല്ലെ, ഒരു സർജൻസിനെ റോബോട്ടിക് ഡിവൈസ് ഹെൽപ്പ് ചെയ്യണം ഈ സർജറി നടത്താനായിട്ട്. ഒരു കൈ ഇങ്ങനെ വരും, റോബോട്ട് കൈ അല്ലെ, ആ കൈനകത്ത് എന്താണ് സാധനങ്ങള്, ഈ സർജൻസ് ഓക്കെ. ഫാത്തിമ മ്യൂട്ടാക്കുക. ഒരു റോബോട്ടിക് കൈ മ്യൂട്ടാക്കൂട്ടാ. ഒരു റോബോട്ടിക് കൈ ഹെൽപ്പ് ചെയ്യും എന്തിനാണ്? സർജനെ ഉപകരണങ്ങൾ, സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങള് പിടിക്കാൻ റോബോട്ടിക് കൈ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനെയാണ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എന്ന് പറയാം. ഇനി ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR അല്ലെ, OT ഈസ് അതർവൈസ് നോൺ ആസ് OR ഓർ ഓപ്പറേറ്റിംഗ് റൂംസ്. നമുക്ക് ഓപ്പറേറ്റിംഗ് റൂം എൻവിറോൺമെന്റ് നോക്കാം. ഓക്കെ, OR എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് റൂം എൻവിറോൺമെന്റ്. എന്തൊക്കെയാണ് OR എൻവിറോൺമെന്റ് പ്രത്യേകത? ഓക്കെ, 1 minute. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. OR എൻവിറോൺമെന്റ് പ്രത്യേകത എന്താ? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവിറോൺമെന്റ്സ് അല്ലേ. എന്താണ് ജേം ഫ്രീ? അറിയാം അല്ലെ. എപ്പോഴും ഓപ്പറേറ്റിംഗ് റൂം, അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കും? ജേം ഫ്രീ ആയിരിക്കും അല്ലെ. അതിനകത്ത് അണുക്കൾ ഉണ്ടാവില്ല, അണുക്കളിൽ നിന്ന് വിമുക്തമായിരിക്കും അല്ലെ, അണുക്കളിൽ നിന്ന് വിമുക്തമായിരിക്കും. ഓൾ പേഴ്സണൽ എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂമില് ഉള്ള ആളുകൾ എന്തായിരിക്കണം? ഓപ്പറേറ്റിംഗ് തിയേറ്ററിലുള്ള ആളുകൾ, സർജൻ, നഴ്സ്, ആരൊക്കെ അതിനകത്തുണ്ടോ അവരൊക്കെ എന്തൊക്കെ വിയർ ചെയ്തിരിക്കണം? മസ്റ്റ് ആയിട്ട് അവരെന്തൊക്കെ വിയർ ചെയ്തിരിക്കണം? ഓൾ പേഴ്സണൽ ഷുഡ് വിയർ
പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. എന്താണ് സുരക്ഷാ കവചം അല്ലെ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, സുരക്ഷാ കവചം, ആ വസ്ത്രം, സുരക്ഷയായ വസ്ത്രം, എന്താണ് അതിന്റെ പേര്? സ്ക്രബ്സ് അല്ലെ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയ്മഡ് സ്ക്രബ്സ്, ആസ് വെൽ ആസ് ഷൂ കവേഴ്സ് അല്ലെ? ഷൂ കവറുകൾ, മാസ്ക്, മാസ്ക് ധരിക്കണം, ക്യാപ്സ് അല്ലെ? തൊപ്പി, ഒരു പ്രത്യേക തൊപ്പിയുണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജനും നേഴ്സിനും ഒക്കെ. ഐ ഷീൽഡ്സ് അല്ലെ? കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഐ ഷീൽഡ്, ആൻഡ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് അല്ലെ? അണുക്കള് പടരാൻ പാടില്ല അല്ലെ? അണുവിമുക്തമായിരിക്കണം നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ, അണുവിമുക്തമായിരിക്കണം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യാൻ യൂസ് ചെയ്യണേ? ഇത്തരം കാര്യങ്ങൾ മുഴുവൻ യൂസ് ചെയ്ത് വിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കയറാൻ. ഇനി എന്താണ് അടുത്ത പ്രത്യേകത? ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ അല്ലെ? ഓപ്പറേറ്റിംഗ് റൂമിൽ നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിന് നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. ഷുഡ് ബി വെരി ലൂമിനസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ അല്ലെ? നല്ല കൂളായിരിക്കണം ടെമ്പറേച്ചർ അല്ലെ? നല്ല കൂളായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം. എന്തിനാണത്? ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം അല്ലെ? എന്തിനാ നമുക്ക് എയർ കണ്ടീഷൻ ആയിരിക്കണം അല്ലെ? നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം അല്ല, ഓപ്പറേറ്റിംഗ് എയർ കണ്ടീഷൻ ആയിരിക്കണം. എന്തിനാണ്? ടു പ്രിവെന്റ് ബാക്ടീരിയ, നമുക്ക് ബാക്ടീരിയകൾ അരിച്ചു പോകണം, അരിച്ചെടുക്കണം. ഇൻഫെക്ഷൻ, ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, തടയണം അല്ലെ? രോഗം പകരാൻ പാടില്ല അല്ലെ? വളരെ നമ്മൾ ജേം ഫ്രീ ആയിരിക്കണം. നമ്മളൊരു സർജറി ചെയ്യാൻ കയറുക അല്ലെ? അപ്പൊ ആർക്കും ഒരു രോഗവും ഒന്നും വരണം. അപ്പൊ നല്ല സ്റ്റെറിൽ, അസെപ്റ്റിക്, നല്ല സ്റ്റെറിലൈസേഷൻ ഒക്കെ ആയിരിക്കണം ഓപ്പറേഷൻ എൻവിറോൺമെന്റ്. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? ഓവർ എൻവിറോൺമെന്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പിടികിട്ടി? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പിടികിട്ടി. പിന്നെന്താ? ഓവർ എൻവിറോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഓവർ എൻവിറോൺമെന്റ് പിടികിട്ടി. ഇനി ഓവർ എക്യുപ്മെന്റ് എന്താണ്? ഓവർ എക്യുപ്മെന്റ്, ഓവർ എക്യുപ്മെന്റ് മീൻസ് an operating room has a special equipment like respiratory and cardiac support, emergency, resuscitative diseases, patient monitors and diagnostic tools. ഇനി ഓവർ എക്യുപ്മെന്റ് എന്തൊക്കെയാണ്? ഓവർ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് അവർ പറയണേ അല്ലെ? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് അല്ലെ? ശ്വാസം സംബന്ധിക്കുന്നത്, അതുപോലെ കാർഡിയാക് സപ്പോർട്ട്, നമ്മുടെ ചെസ്റ്റ് ഫാക്ടർ, എക്കോ പോലെ ഉണ്ട് ഇടയ്ക്ക്. ഓക്കെ, ഞാൻ നോക്കട്ടെ അല്ലെ? ക്ലിയർ ആകുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ടെക്നിക്കൽ ടീം ഒന്ന് വിളിക്കാം കേട്ടോ. ജസ്റ്റ് ഹോൾഡ്, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. റിജോനെ വിളിക്കാമോ? എക്കോ പോലെ എക്കോ പോലെ ഉണ്ടാവുന്നു. എക്കോ പോലെ ക്ലിയർ ആണില്ല. എക്കോ പോലെ മ്യൂട്ട് ചെയ്യാട്ടാ, എല്ലാവരും മ്യൂട്ട് ചെയ്യാ. അതുകൊണ്ടാണ് എക്കോ ഉണ്ടാവണേ കേട്ടോ. മ്യൂട്ട് ചെയ്യൂ എല്ലാരും. മൈക്ക് മ്യൂട്ട് ചെയ്യാട്ടാ, അതാണ് ക്ലിയർ ആവാത്ത. ഓക്കെ, ക്ലിയർ ആണല്ലേ ഇപ്പൊ? ഓക്കെ, ഓവർ എക്യുപ്മെന്റ്. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ എന്താന്ന് നോക്കി. സർജറി ഏതൊക്കെ തരം സർജറിയാ? കീ ഹോൾ സർജറി, ഓക്കെ, ഓപ്പൺ സർജറി, പിന്നെ ഏതാ വരിക? റോബോട്ട് അസിസ്റ്റഡ് സർജറി അല്ലെ? പിന്നെ ഏതാ പഠിച്ചത് നമ്മള്? ഓപ്പറേഷൻ റൂം എൻവിറോൺമെന്റ് അല്ലെ? അത് പഠിച്ചു. ഇനി ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ് എന്തൊക്കെയാ? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എൻവിറോൺമെന്റ് എക്യുപ്മെന്റ്, എമർജൻസി റിസസിറ്റേറ്റീവ്. അതെന്താണ്? എമർജൻസി റിസസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? A resuscitator is a medical device that uses
positive pressure to inflate the lungs of a person who is unconscious and has stopped breathing to keep them oxygenated and alive. എന്താണ് ആ ഡിവൈസ്? ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് that uses positive pressure. മാം എന്തോ? മാം നോട്ട് തരോ? നോട്ട് തരാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതിന്റെ നോട്ട് എഴുതി വെച്ചോളൂ കേട്ടാ. അതായത് മിസ്സിന്റെ പേരില്, എന്റെ പേര് അർച്ചന എന്നാണ്, എന്റെ പേരിൽ ഒരു ബുക്ക് എഴുതി വെക്കണം. എന്റെ പേരിൽ ഒരു ബുക്ക് ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിന്റെ നോട്ട്, അറിയാൻ പാടില്ലാത്ത മെഡിക്കൽ ടേംസിന്റെ നോട്ട് പറഞ്ഞുതരാം മിസ് കേട്ടാ. അപ്പൊ ഇപ്പൊ ഏതൊക്കെയാ വേണ്ട? ലാസ്റ്റ് ഒരു 15 മിനിറ്റ് മിസ് തരാം. ഇപ്പൊ ക്ലാസ് എടുത്തിട്ട് 15 മിനിറ്റ് നമുക്ക് അറിയാൻ പാടില്ലാത്ത മെഡിക്കൽ ടേംസേ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. വേറെ നോട്ട് എടുക്കാൻ എന്താ മിസ് ആർക്കെങ്കിലും പകരം വന്നതാണോ? അതോ മിസ്സിന് സെപ്പറേറ്റ് വേറെ നോട്ട് എടുക്കണോ? ശരണ്യ മിസ്സിന് പകരമാണെന്നല്ലേ? അല്ല, മിസ്സിന് പകരം വന്നതാണോന്നാ ചോദിച്ചേ. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് വന്നതാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടേ. നിങ്ങൾക്കിപ്പോ ഈ വെച്ചേക്കുന്നത് എഴുതി വെച്ചോളൂ, നോട്ട് എഴുതി വെച്ചാൽ മതി. മിസ് ഏതെങ്കിലും മിസ്സിന്റെ പകരമായിട്ട് വന്നതാണോന്നാ ചോദിക്കുന്നത്. അതിപ്പോ പുതിയതായിട്ട് വന്നതാണ്, ഞാൻ എനിക്ക് അത്ര അറിയില്ല. പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ എടുക്കാനാണേ, H5. അപ്പൊ അതാ മിസ് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നോട്ട് എഴുതി വെക്കുക കേട്ടാ. മിസ് ലാസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം തരാം. അപ്പൊ അറിയാൻ പാടില്ലാത്തതിന് മിസ് അതുകൊണ്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ 5 ടീച്ചർമാർക്ക് ഞങ്ങൾ 4 ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് വേറെ നോട്ട് മിസ്സിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുക്കണോ എന്നുള്ളതാണ് ചോദിച്ചത്. അത് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടാ മിസ്. നിഷാ മിസ്സിനോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ അറിയാൻ പാടില്ലാത്ത എഴുതി വെച്ചോളൂ, വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ കേട്ടാ. ഇപ്പൊ നോട്ട്സ് ഞാൻ മിസ് പറയാതെ ആരുടെ പേരിൽ എഴുതി വെക്കണ്ടേന്ന്. ഓക്കെ, നിഷാ മിസ്സിനോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 14. ഓക്കെ, ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. റെജീന ഇപ്പൊ ജോയിൻ ചെയ്തല്ലോ? യെസ് മാം. ഓക്കെ. അപ്പൊ ഓവർ എക്യുപ്മെന്റ് റെസിസ്റ്റേറ്റീവ് ഡിവൈസ് എന്താ? റെസിസ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ എ മെഡിക്കൽ ഡിവൈസ് ദാറ്റ് യൂസസ് പോസിറ്റീവ് പ്രഷർ ടു ഇൻഫ്ലേറ്റ് ദ ലങ്സ് ഓഫ് എ പേഴ്സൺ ബോധമില്ലാത്ത, ഹു ഈസ് അൺകോൺഷ്യസ് ആൻഡ് ഹാസ് സ്റ്റോപ്ഡ് ബ്രീത്തിങ്. ബോധമില്ലാത്ത ഒരു മനുഷ്യൻ ബ്രീത്തിങ് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഓക്സിജൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റേറ്റർ. ഓക്കെ, അതെന്താണ്? OR എക്യുപ്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമിലെ ഒരു എക്യുപ്മെന്റ് ആണത്. പിന്നെന്തൊക്കെയുള്ള? പേഷ്യന്റ് മോണിറ്റർ, ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കിന്ന്? വാട്ട് ഡു യു മീൻ ബൈ ആൻ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT. ക്ലിയർ ആവണില്ലേ നിങ്ങൾക്ക്? എക്കോ ഉണ്ടോ? ഇപ്പൊ എക്കോ ഉണ്ടോ? നിങ്ങൾ ഇല്ല. ഓക്കെ, മൈക്ക് മ്യൂട്ട് ആക്കാനാണ് പറയണേ കേട്ടോ. അതുകൊണ്ടാണ് എക്കോ ഉണ്ടാവണേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവണില്ലേ? അപ്പൊ എന്തൊക്കെ നോക്കി നമ്മൾ ഇന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT അല്ലെ? OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ എന്താ? ഇറ്റ് ഈസ് എ പ്ലേസ് വേർ സർട്ടൻ intrusive surgical procedures take place, like operations like cutting into and what all things are cutting and surgery, working inside a patient's body's place. Okay, നമ്മള് ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് ബോഡി, അതായത് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് സർജറി നടത്താനായിട്ട് ചെയ്യണേനാണ് നമ്മൾ. എന്താണ് മിസ് സ്പീഡ് കുറച്ച് കൊടുത്തു? ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം മിസ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ നോക്കിയേ? OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് എ പ്ലേസ് വേർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ടേക്ക് പ്ലേസ് അല്ലെ? അവിടെ എന്താ ഉണ്ടാവണേ? പേഷ്യന്റിന്റെ ബോഡി കട്ടിങ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് അല്ലെ സർജറിക്ക് വേണ്ട കാര്യങ്ങൾ വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. ഓക്കെ, എന്തൊക്കെ തരം സർജറി നമ്മൾ പഠിച്ചു? കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി ആൻഡ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. കീ ഹോൾ സർജറിയിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? കീ ഹോൾ സർജറി
ക്യാമറ അല്ലെ, ക്യാമറയും ലാപ്രോസ്കോപ്പും ഇൻസേർട്ട് ചെയ്യും ബോഡിയിലേക്ക്. ഓക്കെ, അങ്ങനെ നടത്തുന്നതിന് എന്ത് പറയാ, സ്മോൾ ഇൻസിഷൻ, ചെറിയ കട്ടിങ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ചെറിയ വീഡിയോ ക്യാമറ അത് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് ലാപ്രോസ്കോപ്പ് എന്ന് പറയാം. ലാപ്രോസ്കോപ്പും പിന്നെ ക്യാമറ ഇൻസേർട്ട് ചെയ്ത് ചെയ്യുന്നതിനാണ് കീ ഹോൾ സർജറി പറയാം. പിന്നെ രണ്ടാമത്തെ എന്താ, ഓപ്പൺ സർജറി, വേർ സർജൻസ് മേക്ക് ലാർജ് കട്ട്സ് അല്ലെ, ലാർജ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സർജറി നടത്തുന്നതിനാണ് എന്താ പറയാ, ഓപ്പൺ സർജറി. മൂന്നാമത്തെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. അതെന്താണ്, റോബോട്ടിക് ഡിവൈസ് അല്ലെ, റോബോട്ടിക് ഡിവൈസ് ഹെൽപ്പ് ചെയ്യും സർജനെ. ഒരു കൈ, റോബോട്ടിക് കൈയില് സർജൻ ഈ സർജറി ഉപകരണങ്ങൾ വയ്ക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യണേ, റോബോട്ടിക് കൈ, റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ എന്താ നോക്കിയ നമ്മള്, എന്താണ് ഓപ്പറേഷൻ റൂം. ഓപ്പറേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ തിയേറ്ററിനെ തന്നെയാണ് അല്ലെ ഓപ്പറേഷൻ റൂം എന്താ പറഞ്ഞ, ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂംസ് അല്ലെ. അത് നോക്കി. പിന്നെന്താ പഠിച്ചേ, OR എൻവിറോൺമെന്റ്. ഇതെങ്ങനെയായിരിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, OR എൻവിറോൺമെന്റ് മസ്റ്റ് ബി ജേം ഫ്രീ, അണുവിമുക്തമായിരിക്കണം അല്ലെ. എല്ലാവരും ആരൊക്കെ അതിനകത്ത് കയറുന്നോ അവരെല്ലാരും നല്ലവണ്ണം എല്ലാം കവർ അല്ലെ, മാസ്ക് ഓക്കെ, മാസ്ക് യൂസ് ചെയ്യുക, ഐ ഷീൽഡ് യൂസ് ചെയ്യുക, ഷൂ കവേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഏതൊക്കെയാ, ക്യാപ്സ്, അതർ കവറിങ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് കോൾഡ് സ്ക്രബ് അല്ലെ. എന്തിനാണിത്, അണുക്കള് പടരണത് തടയാൻ. ഓക്കെ, കിട്ടിയില്ലേ. ഇനി ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം, ഷുഡ് ബി ലൂമിനസ്, നല്ല പ്രകാശം ഉണ്ടായിരിക്കണം, വെളിച്ചം ഉണ്ടായിരിക്കണം അല്ലെ. ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ, ടെമ്പറേച്ചർ നല്ല കൂൾ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ, ഓപ്പറേറ്റിംഗ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. AC ഉണ്ടായി, ഓപ്പറേറ്റിംഗ് റൂമിൽ എയർ കണ്ടീഷൻ ആയിരിക്കണം. പിന്നെന്താ, ടു ഹെൽപ്പ്, എന്തിനാണത്, ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം അല്ലെ. ബാക്ടീരിയ ഒക്കെ അരിച്ച് കളയണം, എന്നിട്ടാണ് നമുക്ക് ഇതിനകത്ത് കയറി സർജറി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയി. ഇനി എന്താ നിങ്ങൾക്ക് OR എക്യുപ്മെന്റ്, എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് അല്ലെ, ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ ഏതൊക്കെയാ വരിക, ഒന്ന് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് അല്ലെ. റെസ്പിറേറ്ററി ശ്വാസകോശം സംബന്ധമായിട്ടുള്ള ഡിവൈസസ്, പിന്നെ കാർഡിയാക് ചെസ്റ്റ് അല്ലെ, ആ സംബന്ധമായിട്ടുള്ള കാർഡിയാക് സപ്പോർട്ടുള്ള ഉപകരണങ്ങൾ. എമർജൻസി റിസപ്റ്റീവ് ഡിവൈസ്, റിസപ്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, റിസപ്റ്റീവ് ഡിവൈസ് അതായത് രോഗി, ബോധമില്ലാത്ത രോഗി, അൺകോൺഷ്യസ് ആയ രോഗിക്ക് ബ്രീത്തിങ് അല്ലെ, ഓക്സിജനേറ്റർ ബ്രീത്തിങ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, റിസപ്റ്റീവ് ഡിവൈസസ്. അപ്പൊ നോട്ട് ലാസ്റ്റ് എഴുതിയെടുക്കാം കേട്ടോ. അറിയാൻ പാടില്ലാത്ത മെഡിക്കൽ ടേംസിന്റെ നമുക്ക് നോട്ട് ലാസ്റ്റ് എഴുതിയെടുക്കാം. ഓക്കെ, പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, രോഗിയുടെ അപ്പോഴത്തെ അവസ്ഥ അല്ലെ, സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന എന്താണ്, പേഷ്യന്റ് മോണിറ്റേഴ്സ്. ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തില് ചെക്ക് ചെയ്യാൻ, അനാലിസ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ അറിയാനായിട്ട് യൂസ് ചെയ്യണ മറ്റൊരു മെഡിക്കൽ ഉപകരണങ്ങൾ, അതിനെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് OR എക്യുപ്മെന്റ്, റെസ്പിറേറ്ററി അല്ലെ, ശ്വാസകോശ സംബന്ധമായ ഉപകരണങ്ങൾ, അതിനെ ഹെൽപ്പ് ചെയ്യണ ഉപകരണങ്ങള്. കാർഡിയാക് എന്താ, ചെസ്റ്റ് അല്ലെ, നെഞ്ച് ആ ഭാഗത്തേക്ക് ഒക്കെ വേണ്ട ഉപകരണങ്ങള്, അവിടെ കുഴപ്പമില്ലാണ്ടിരിക്കാനുള്ള ഉപകരണങ്ങള്. പിന്നെ ഏതാ വരിക, റെസിസ്റ്റീവ് ഡിവൈസസ് അല്ലെ, അൺകോൺഷ്യസ് ആയ രോഗിക്ക് ഓക്സിജൻ കൊടുക്കാനായിട്ട്, ബ്രീത്തിങ് അല്ലെ, അത് കൊടുക്കാനായിട്ട്, അതാണ് റെസിസ്റ്റീവ് ഡിവൈസസ്. പിന്നെ ഏതാ പറഞ്ഞേക്കണേ, പേഷ്യന്റ് മോണിറ്റർ അല്ലെ, രോഗിയുടെ ഹാർട്ട് ബീറ്റ്, പല കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാം, നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ മറ്റും കണ്ടിട്ടുണ്ട് അല്ലെ. രോഗിയുടെ സിഗ്നൽസ്, ഹാർട്ട് ബീറ്റ് സിഗ്നൽസ് അതൊക്കെ കാണാം. പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് അതർ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അപ്പൊ ഇത്രയാണ് OR എക്യുപ്മെന്റ് വരെ. പിന്നെന്താ പറയണേ, നമ്മൾ സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇനി സ്റ്റാഫ്, ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഉള്ള സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം അല്ലെ, തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് ദ, ഇത്രയും കാര്യങ്ങൾ അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഏതൊക്കെയാ, സർജൻസ്,
who perform the operation. ആരാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണേ? ഡോക്ടേഴ്സ് അല്ലെ. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മൾ എന്താ പറയാ? സർജൻസ്. ഓക്കെ. ഇനി ആരാ? അനസ്തെറ്റിസ്റ്റ് who gave anesthetics to restrain pain both before and during the operation. പിന്നെ ആരാ? നമുക്ക് അനസ്തേഷ്യ കൊടുക്കണം അല്ലെ. സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കണ്ടേ? രോഗി അറിയാൻ പാടില്ല അല്ലെ. രോഗി അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തേഷ്യ കൊടുക്കുന്നവരെയാണ് അനസ്തെറ്റിസ്റ്റ്. അവരുണ്ടായിരിക്കണം. അവരെന്തിനാണ്? രോഗിക്ക് വേദനയോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല. റീസ്ട്രെയിൻ പെയിൻ. നമ്മള് കട്ട് ചെയ്ത് ഇറക്കുമ്പോ രോഗി അറിയാനോ വേദന അറിയാനോ ഒന്നും പാടില്ല. എന്നാലേ സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതിന് 4 മണിക്കൂറാണ് സർജറി എങ്കിൽ 4 മണിക്കൂർ അനസ്തേഷ്യ കൊടുക്കണം അല്ലെ. അപ്പൊ അവര് അത്യാവശ്യമാണ്. ആരൊക്കെയാണ്? സർജൻസ് വേണം, അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കണം അല്ലെ. രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കണ ആളുകൾ ആവശ്യമാണ്. എന്തിനാണ്? രോഗി വേദന അറിയാൻ പാടില്ല. 4 മണിക്കൂർ വേദനയോ രോഗിക്ക് എന്താ ഉണ്ടാവുന്നത്? കട്ട് ചെയ്ത് തരണം അല്ലെ. നമ്മുടെ ശരീരഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യുമ്പോ ചെറിയൊന്ന് കൊള്ളുമ്പോ നമുക്ക് വേദന എടുക്കും അല്ലെ. അപ്പൊ ഇതെന്താ? ഇതൊരു കട്ട് ചെയ്ത് അതിനകത്ത് കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ വേണം. അപ്പൊ ഇതൊന്നും അറിയാതെ വേണം നമുക്ക് ചെയ്യാൻ. എന്താ? നമുക്ക് രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കും. ഇതിന് അനസ്തെറ്റിസ്റ്റ് ആവശ്യം. ഇനി ആരാ വേണ്ടേ? തിയേറ്റർ നഴ്സസ് who take care of patients throughout all 4 stages of operation അല്ലെ. തിയേറ്റർ നഴ്സസ്, നേഴ്സ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലെ നേഴ്സ് വേണം. അവരെന്താണ്? അവർ 4 സ്റ്റേജ് ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിലും അവരുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും? തിയേറ്റർ നേഴ്സസ്. ഓക്കെ. പിന്നെ ആരാ വരുന്നേ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് who shift patients between the wards and തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെ. ആ പേഷ്യൻസിനെ വാർഡിലേക്ക് കൊണ്ട്. പേഷ്യൻസ് എവിടെയായിരിക്കും? സർജറിക്ക് മുമ്പ് എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും? അല്ല, അവരെവിടെയായിരിക്കും? വാർഡിലായിരിക്കും. ഈ വാർഡിൽ നിന്ന് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യണവരെ എന്താ പറയാ? ഓപ്പറേറ്റിംഗ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കസേര ഒരു സ്ട്രെച്ചറിൽ കൊണ്ടുപോകല അല്ലെ. സ്ട്രെച്ചറിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുളണ കസേര ഇതിനകത്ത് അല്ലെ, നീങ്ങണ കസേരയില ഇതിനകത്താ കൊണ്ടുപോവാ, സ്ട്രെച്ചറിലാ കൊണ്ടുപോവാ. അവരെ വാർഡിൽ നിന്ന് സർജറിക്കുള്ളവരെ അങ്ങനെ നടത്തിക്കൊണ്ടുവരുമോ? ഇല്ല, സർജറിക്കുള്ളവരെ നടത്തിക്കൊണ്ടുവരില്ല. നമ്മളൊരു നീങ്ങണ ആ കസേര അല്ലെ, നിങ്ങൾ സ്ട്രെച്ചർ അല്ലാത്ത കൊണ്ടുവരുള്ളൂ. ഒന്നുമില്ലെങ്കിൽ കിടത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ കസേരയിൽ ഉന്തി കൊണ്ടുവരും അല്ലെ. അവരാരാ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് who shift patients വീൽ ചെയർ. ഓക്കെ, ശരി, വീൽ ചെയർ കറക്റ്റ്. ത്രൂ ഔട്ട് ദ വാർഡ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് തിയേറ്റർ. ഓക്കെ. പിന്നെ ആരാ ഉള്ളേ? കാർഡിയോഗ്രാഫേഴ്സ്. ഓക്കെ, കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG മെഷീൻ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മെഷീൻ. ഓക്കെ, കാർഡിയോഗ്രാഫേഴ്സ് എന്താ? കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മെഷീൻ. ഇലക്ട്രോകാർഡിയോഗ്രാഫി ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഇലക്ട്രോകാർഡിയോഗ്രാം, അതായത് a recording of the heart's electrical activity through repeated cardiac cycle. It is an electrogram of the heart which is a graph of voltage. Okay, എന്താ പറഞ്ഞ? കാർഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മെഷീൻ. ECG മെഷീൻ നോക്കാനായിട്ട് നിൽക്കുന്നവരാരാ? കാർഡിയോഗ്രാഫേഴ്സ്. ഓക്കെ, ECG എന്തിനാ? ചെസ്റ്റ് അല്ലെ, രോഗിയുടെ ഹാർട്ട് ബീറ്റ്സ് അതിന്റെ സിമ്പിൾസ് ഒക്കെ നോക്കണതിന് നമ്മള് ECG മെഷീൻ യൂസ് ചെയ്യും. ഇനി അടുത്തവരാരാ? റേഡിയോഗ്രാഫേഴ്സ്. അവരാണ് എക്സ്റേ അല്ലെ. റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. എക്സ്റേ അല്ലെ, ബോഡിയുടെ രോഗിയുടെ ഇന്റേണൽ ഓർഗാൻസിന്റെ എക്സ്റേ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണവരെ ആരാ പറയാ? റേഡിയോഗ്രാഫേഴ്സ്. അപ്പൊ ആരൊക്കെ ഇത്രയും പേരിൽ ആരൊക്കെ വരിക? ഇത്രയും പേരില് സർജൻസ് വരും അല്ലെ. സർജൻസ് വരും, അനസ്തെറ്റിക്സ് വരും, ഓപ്പറേറ്റിംഗ് തിയേറ്റർ നഴ്സസ്, ഓപ്പറേറ്റിംഗ് തിയേറ്റർ വർക്കേഴ്സ്, പിന്നെ ആരാ? കാർഡിയോഗ്രാഫേഴ്സ് ആൻഡ് റേഡിയോഗ്രാഫേഴ്സ്. ഇത്രയും പേര് നമ്മുടെ ഇതിനകത്ത് എപ്പോഴും മസ്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ. സം ഓഫ് ദ സ്റ്റാഫ്
who work in the operating theaters. Okay. ഇനി എന്താ പറയണേ നമ്മള് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT അല്ലെ, ഒരു ഓപ്പറേറ്റിംഗ് തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കണം അല്ലെ, നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു പോളിസി ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാ അത്? ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. എന്താണ് നമ്മുടെ കാര്യം? നമ്മൾ എന്തിനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ആ OR പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? OR ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഡയറക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ എക്സിക്യൂട്ടീവ്സ്, ഡയറക്ടർ, അവരുടെ അനുമതി മേടിക്കണം. നമ്മുടെ ID, നമ്മൾ ആരാണ് എന്താണെന്നുള്ള ID കാണിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. പിന്നെന്താ? ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ്. ആർട്ടിഫിഷ്യൽ നെയിൽസ് അതായത് നഖം അല്ലെ, ഈ നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റിയൽ അല്ലാത്ത യഥാർത്ഥമല്ലാത്ത നഖങ്ങളൊക്കെ വെക്കണ അത് പറ്റില്ല. എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് എക്സ്റ്റെൻഡ് സംതിങ്. എന്തെങ്കിലും ഒരു സാധനം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണേ പേഴ്സൺ, അതിനാണ് എക്സ്റ്റെൻഡ്. എന്തെങ്കിലും ലിക്വിഡ് പോലത്തെ അത് അതിനാണ് എക്സ്റ്റെൻഡേഴ്സ്. അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ്, ക്യൂടെക്സ് മുതലായ സാധനങ്ങൾ അതൊന്നും പറ്റില്ല. എന്തിനാണ്? ചെറിയ കീടാണുക്കളോ എന്തെങ്കിലും നമ്മുടെ സ്റ്റെറൈൽ ആ സ്റ്റെറിലൈസേഷന് എതിരായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ് നമുക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ പാടില്ല. നെയിൽസ്, നഖങ്ങള് നല്ല ആർട്ടിഫിഷ്യൽ യഥാർത്ഥമല്ലാത്ത നഖങ്ങൾ വെക്കണ പരിപാടി അതൊന്നും പാടില്ല. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ നമ്മൾ ചെറിയ മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്യാൻ ചാൻസ് ചെയ്യും. അതിനെ തടയാനാണ്. അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ റിമൂവ് ഓൾ ജ്വല്ലറി അല്ലെ, നമ്മളെ എന്തെങ്കിലും ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ. ഓക്കെ. പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ് ടോപ്പ് ആൻഡ് ബോട്ടം. സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. നമ്മൾ എന്താ പറയാ? പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ്, സർജിക്കൽ അല്ലെ, ടോപ്പ് താഴെ മുകളിലും ആ ക്ലോത്ത് അവരൊരു തുണി തരും, അവരൊരു ഡ്രസ്സ് തരും, അതായിരിക്കണം. ഓക്കെ. പിന്നെ സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ, അത് എവിടെയൊക്കെ ധരിക്കാൻ പാടുള്ളൂ? ഇറ്റ് മസ്റ്റ് ബി വോൺ ഇൻ സർജിക്കൽ ഏരിയ, ആ പ്രത്യേക ഏരിയയിൽ വെച്ച് വേണം അത് ധരിക്കാൻ. ഓക്കെ. കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി, ഓൾസോ ടു കവർ ഹെഡ്, ക്യാപ്സ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ, കവർ ഷൂസ് കവറുകള്, കവർ ഹെഡ് തല അല്ലെ, തല കവർ ചെയ്യുക, ക്യാപ്സ് തൊപ്പി യൂസ് ചെയ്യുക, മാസ്ക് അല്ലെ, സർജിക്കൽ മാസ്ക് അതൊക്കെ ആ പറഞ്ഞേക്കണ പോലെ ധരിക്കും. പിന്നെന്താ? പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ സർജൻസി പോളിസി അല്ലെ, ഒരു സർജിക്കൽ ഹാൻഡ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സുരക്ഷ, കൈ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധനം, അതിനാണ് സ്ക്രബ് എന്ന് പറയാം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈങ് സ്റ്റെറൈൽ ഗ്ലൗസ്. എന്താ പറഞ്ഞ? ബാക്ടീരിയ അല്ലെ, ചില ബാക്ടീരിയകൾ തടയും. ഈ സ്ക്രബ് യൂസ് ചെയ്താല് ബാക്ടീരിയ തടയും അത്. ഓക്കെ. പിന്നെന്താ പറഞ്ഞ? അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. Aseptic technique is a method used to avoid contamination from infectious agents, and it is used to keep a germ-free environment in the operating room. Asepsis എന്ന് പറഞ്ഞാൽ എന്താ? സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സെപ്റ്റിക് എന്ന് പറഞ്ഞാല് മുറിവ് അല്ലെ, മുറിവ് പഴുത്ത് ഉണ്ടാവണേനാണ് സെപ്റ്റിക് എന്ന് പറയാം അല്ലെ. മുറിവ് പഴുത്ത് പിന്നെ ഇത് കയറണേനും, അതായത് ബാക്ടീരിയ കയറണേന് സെപ്റ്റിക്. അതൊന്നും ഇല്ലാത്തതിനെ പറയാ അസെപ്റ്റിക്. സ്റ്റെറൈൽ എന്താ? ജേം ഫ്രീ. നമ്മള് ഒരു ഇതില്ലാത്ത സ്റ്റെറൈൽ, ഒരു സെപ്റ്റിക് അല്ലാത്തതിനാണ് അസെപ്സിസ് എന്ന് പറഞ്ഞ. കണ്ട എന്താ പറഞ്ഞ? അസെപ്സിസ് ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗൻ, ചെറിയ കീടാണുക്കള് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ. ആബ്സെൻസ് അസെപ്സിസ്. സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തെങ്കിലും സാധനം കൊണ്ട് പഴുത്ത് ബാക്ടീരിയ ഒക്കെ കയറി ആകെ നാശമായി, നമ്മൾ പറയാ ആകെ സെപ്റ്റിക്കായി അല്ലെ, അയാളുടെ കാല് മൂട്ടായിട്ട് ആകെ സെപ്റ്റിക്കായി എന്ന് പറയും നമ്മൾ അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് സെപ്റ്റിക്കായി എന്ന് പറഞ്ഞ ഭാഷ. സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പഴുത്ത് മൂടുവാടെ ആകെ മൂണ്ടൊക്കെ പഴുത്ത് ചലമൊക്കെ വന്ന് പിന്നെ ബാക്ടീരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് സെപ്റ്റിക് എന്ന് പറയാം. സ്റ്റെറൈൽ എന്താ? നേരെ ഓപ്പോസിറ്റ്, നല്ല
ഇമ്മ്യൂണൈസേഷൻ, നല്ല മരുന്നൊക്കെ വെച്ച് സ്പിരിറ്റ് ഒക്കെ വെച്ച് നമ്മൾ നല്ല ഭംഗിയായി ഡ്രസ് ചെയ്യണേനാണ് എന്ത് പറയാ, സ്റ്റെറൈൽ എന്ന് പറയാം. മുറിവൊന്നും കയറാതെ അതിനെ പറയണ എന്താ, അസെപ്സിസ്. ഓക്കെ, ഇനി എന്താ പറയാ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടി, പോളിസി അല്ലെ. നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം, നമുക്ക് ഓപ്പറേറ്റിംഗ് തിയേറ്ററിന് മുമ്പിൽ കയറുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ വേണം, കവർ അല്ലെ, ഷൂ കവറ്, മാസ്ക്, ഐ ഷീൽഡ് അതൊക്കെ വേണം. പിന്നെന്താ, ID വേണം, നമ്മൾ കാണിക്കണം അല്ലെ. അവിടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്സ്, ഡയറക്ടറൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ നമ്മൾ എന്തിനാ കയറണെന്നുള്ള നമ്മുടെ ID കാണിക്കണം. പിന്നെ കവറ്, എല്ലാ കവറ്. പിന്നെന്താ പറഞ്ഞ, റിമൂവ് ഓൾ ജ്വല്ലറി, ആഭരണം ഒന്നും ധരിക്കാൻ പാടില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ, സർജറി കയറണവര്. ഓക്കെ, സ്പീഡ്. നെഹ്റിൻ നെഹ്റു എവിടെയാ മനസ്സിലാവാത്തെ, ഏതാ മനസ്സിലാവാത്ത, ഏതാ ഇപ്പൊ എടുത്തില്ലേ? ഇപ്പൊ എടുത്തോണ്ടിരിക്കാണ്. കഴിഞ്ഞിട്ടില്ല. അതായത് പോളിസി ടു എൻ്റർ ഇൻ ആൻ OT. ഓക്കെ, നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പോളിസി, ദർ ആർ സം പോളിസീസ് ടു എൻ്റർ ഇൻ എ ഓപ്പറേഷൻ റൂം ഓർ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നമ്മുടെ ID. നമുക്കൊരു ID ഉണ്ട്, നമ്മുടെ എയിം, നമ്മൾ എന്തിനാണ് അതിനകത്തോട്ട് കയറണമെന്നും നമ്മുടെ എയിം നല്ലതായിരിക്കണം. പിന്നെ നമ്മുടെ ID, ഹൂ ഈസ് യു, ഹൂ ആർ യു, ആരാണ് നീ എന്നുള്ള ID അത് കാണിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. അത് ആ ID ആരെ കാണിക്കണ്ടേ, OR പേഴ്സണൽ അല്ലെ. OR പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാ, OR പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്സ്, ഡയറക്ടർ ഒക്കെ ഉണ്ടാവും അല്ലെ. അതിൽ ആ കാണിക്കേണ്ടവരെ നമ്മൾ കാണിക്കുക. നമ്മൾ എന്തിനാണ് നമ്മുടെ ഉദ്ദേശം, ഈ ഓപ്പറേഷൻ റൂമിൽ കയറണം എന്ത് എന്നുള്ള ഉദ്ദേശവും നമ്മുടെ IDയും കാണിക്കുക. അത് നമുക്ക് അതിനകത്തോട്ട് കയറാം. ഇനി എന്തൊക്കെയാണ്, നെയിൽസ് അല്ലെ, ആർട്ടിഫിഷ്യൽ നെയിൽസ്, യഥാർത്ഥമല്ലാത്ത നഖം അതൊന്നും വയ്ക്കാൻ പാടില്ല. ചിപ്ഡ് നെയിൽ പോളിഷ് പാടില്ല. ഇതെല്ലാം റിമൂവ് ചെയ്യണം. എന്തിനാണ്, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് വിൽ എഫക്ട് ദ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയ സെപ്സിസ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രോഗം പകരാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അത് പാടില്ല. ജ്വല്ലറി, റിമൂവ് ഓൾ ജ്വല്ലറി, യു കാണ്ട്, നമ്മളൊന്നും വിയർ ചെയ്യാൻ പാടില്ല അതിനകത്ത്. കാരണം സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോ മെറ്റലിന്റെയോ ഗോൾഡിന്റെയോ ഒരു സാധനവും പാടില്ല. ഇറ്റ് വിൽ എഫക്ട് അല്ലെ, ഈച്ച് ആൻഡ് എവരിതിങ് മസ്റ്റ് ബി റിമൂവ്. പിന്നെ സർജിക്കൽ ക്ലോത്ത്, നമുക്ക് സർജിക്കൽ ക്ലോത്ത് അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ. സർജിക്കൽ ക്ലോത്ത്, രോഗി എങ്ങനെയാ, സർജറി ക്ലോത്ത് ഉണ്ടാവും അല്ലെ. അത് എവിടെ വെച്ച് വിയർ ചെയ്യണം, സർജിക്കൽ ഏരിയയിൽ വെച്ച് വിയർ ചെയ്യണം. ഇനി സർജിക്കൽ ക്ലോത്ത്സ് എവിടെയൊക്കെയാ, ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലും താഴെ സർജിക്കൽ ക്ലോത്ത്സ് വിയർ ചെയ്യണം. ഓക്കെ, പിന്നെ ഏതാ വരിക, പെർഫോമൻസ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്, ഹാൻഡ്, സർജിക്കൽ ഹാൻഡ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് അല്ലെ, ഒരു സുരക്ഷാ വലയം, കൈക്കുള്ള സുരക്ഷാ വലയത്തിനാണ് എന്ത് പറയാ, സ്ക്രബ് എന്ന് പറയുന്നത്. ഓക്കെ, മിസ് ആദ്യം പറഞ്ഞു സ്ക്രബ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ടു പ്രൊട്ടക്ട് ഫ്രം ദ കണ്ടാമിനേഷൻ അല്ലെ. ഈ രോഗം പകർന്നതിന് നമുക്ക് രക്ഷപ്പെടാനുള്ള സുരക്ഷാ വലയം, ആ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിനാണ് സ്ക്രബ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈങ് സ്റ്റെറൈൽ ഗ്ലൗസ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഗ്ലൗസ് നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടം പോലെ കണ്ടേ ഗ്ലൗസ് അല്ലെ. പിന്നെ വണ്ടി, ബൈക്ക് ഓടിക്കുമ്പോ ഗ്ലൗസ് അല്ലെ, ചിലര് ഗ്ലൗസ് അണിക്കും ബൈക്ക് ഓടിക്കുമ്പോ. ഓക്കെ, സ്റ്റെറൈൽ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെറൈൽ എന്ന് പറഞ്ഞാല് ഒരു ബാക്ടീരിയയും കയറാൻ പറ്റാത്ത നല്ല സ്പിരിറ്റ് ഒക്കെ പോലെ ചെയ്ത ഗ്ലൗസ്, എന്നിട്ട് വേണം നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ. ഓക്കെ, അതർവൈസ് ഇറ്റ് വിൽ, നമ്മൾ ചെയ്യാൻ പോണ പണി വെറുതെ ആവും അല്ലെ. രോഗം പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോ നന്നായി സർജറി ചെയ്തിറങ്ങുമ്പോ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല അല്ലെ. നമ്മൾ എന്തിനാ സർജറി ചെയ്യണേ, ടു പ്രൊട്ടക്ട് എ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കയറിയിട്ട് അത് രോഗം പകരണ അവസ്ഥ വരാൻ പാടില്ല. അതിനാണ് ഈ കെയർ എടുക്കണം. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, അസെപ്സിസ് മിസ് പറഞ്ഞു. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, സെപ്റ്റിക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സെപ്റ്റിക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ കാല് സെപ്റ്റിക്കായി,
പൊട്ടി സെപ്റ്റിക്കായി അല്ലെ, ആണി കയറി അയാളുടെ കാല് സെപ്റ്റിക്കായി. നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി. എന്ന് പറഞ്ഞാൽ എന്താ, സെപ്റ്റിക്കായി എന്ന് പറഞ്ഞാൽ ആണി കയറി പഴുത്ത് ഊടുവടയെ പൊട്ടിപ്പൊളിഞ്ഞ് കണ്ടാമിനേറ്റ് ബാക്ടീരിയ ഒക്കെ വന്ന് അല്ലെ, പഴുത്ത് ചിലപ്പം വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടി അയാളുടെ കാല് വല്ലാത്തൊരവസ്ഥയാവും. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ആണിയോ തുരുമ്പോ ഒക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ സ്പിരിറ്റ് വയ്ക്കുക, ഉടനെ റിമഡിയൽ മെഷേഴ്സ് നമ്മൾ ചെയ്യുക. ചിലരത് ഒന്നും ചെയ്യൂല. ആണിയോ ഇരുമ്പോ ഒക്കെ കൊണ്ടുപോയിഞ്ഞാല് മൈൻഡ് ചെയ്യാണ്ടിരിക്കും അല്ലെ, അത് കൂടി 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 സെപ്റ്റിക് ആവും. നമ്മൾ കേട്ടിട്ടുണ്ട് സെപ്റ്റിക്, അയാളുടെ കാല് സെപ്റ്റിക്കായി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, നേരെ വിപരീതം. അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെറൈൽ സ്പിരിറ്റ് ഒക്കെ ഒഴിച്ച് നമ്മള് രോഗിയെ രോഗത്തിൽ നിന്ന് അല്ലെ അണുവിമുക്തമാക്കാനുള്ള ഒരു കാര്യത്തിന് എന്താ പറയാ, അസെപ്റ്റിക് എന്ന് പറയും. ഓക്കെ, aseptic technique is a method to avert contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. അല്ലെ, avert എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റുക. കണ്ടാമിനേഷൻ രോഗം പകരുന്ന അവസ്ഥ അത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യമാണ് അസെപ്സിസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടത് ഒത്തിരി. ഇനി അടുത്ത എന്താണ്, ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. അല്ലെ, ഓരോ ഓപ്പറേറ്റിംഗ് റൂമും അല്ലെ. എന്താ അവസാനത്തെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരോ? ഏതാ അവസാനത്തെ പോയിന്റ് ഏതാ? അസെപ്സിസാ? അതെ. അസെപ്സിസ് കേട്ടില്ല? അസെപ്സിസ് മൂന്നാമത്തെ പ്രാവശ്യമുള്ള പറയണേ. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, അസെപ്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് സെപ്റ്റിക് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. സെപ്റ്റിക് നമ്മൾ കേട്ടത് ആ മനുഷ്യന്റെ കാല് സെപ്റ്റിക് ആയി എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി. ആണി കയറി, ആ മനുഷ്യന്റെ കാലിൽ ആണി കയറി അയാളുടെ കാല് സെപ്റ്റിക് ആയി കേട്ടാ എന്താ മനസ്സിലായത് നമ്മൾക്ക്? അതിൽ നിന്ന് ആണി തുരുമ്പ് അല്ലെങ്കിൽ ഇരുമ്പൊക്കെ കൊണ്ടിട്ട് പൊട്ടിയിട്ട് ഒരു ഡ്രസ്സും ഒരു ഹോസ്പിറ്റലിൽ പോവാതെയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരുന്ന എന്താ, അത് പഴുത്ത് രോഗം മറ്റേ അണുക്കളെല്ലാം കയറി ആകെ നാശമായി. ചിലപ്പം അയാളുടെ കാലിന് തന്നെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം മരണം വരെ സംഭവിക്കാം. സെപ്റ്റിക് ആയിട്ട് മരണം സംഭവിച്ച കേസുകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ പാടില്ല. അതിനു മുമ്പേ ആണിയോ അതുപോലെ ഇരുമ്പ് കമ്പിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, ഉടനെ പോയി ഡ്രസ് ചെയ്യാം. അത് ചെയ്യാണ്ടിരുന്ന് അവസാനം മരണം വരെ സംഭവിക്കാം. ഓക്കെ. അല്ല മാം, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തൊക്കെ ഈ സംഭവമൊക്കെ നമ്മള് ചെയ്യണം എന്നാണോ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞത് അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അസെപ്സിസ് എന്ന് പറഞ്ഞാലേ മിസ് പറഞ്ഞത് അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിക്. അസെപ്റ്റിക് എന്ന് പറഞ്ഞാല് എന്താണെന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. അസെപ്റ്റിക് എന്ന് പറഞ്ഞാല് സെപ്റ്റിക് നമ്മൾ കേട്ടിട്ടുണ്ട്. സെപ്റ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അസെപ്റ്റിക് എന്ന് പറഞ്ഞാല്. അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെറൈൽ. അതായത് ഒരു അണുക്കളും വരാത്ത. ഓക്കെ, സ്റ്റെറൈൽ കേട്ടിട്ടില്ലേ? സ്റ്റെറിലൈസേഷൻ കേട്ടിട്ടില്ലേ? നമ്മളെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റെറിലൈസേഷൻ ബോട്ടില്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കണം. നല്ല സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം എല്ലാ സാധനങ്ങളും. ഓക്കെ, മാസ്ക് വേണം, ക്യാപ്പ് വേണം, സർജിക്കൽ ക്ലോത്ത്, അവരെ തന്നെ സർജിക്കൽ ക്ലോത്ത്, ഇതെല്ലാം ആയിരിക്കണം. ഓക്കെ, അതാണ് അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ. ജേം ഫ്രീ ആയിരിക്കണം, കംപ്ലീറ്റ് എന്താ, അണു വിമുക്തമായിരിക്കണം. ഓക്കെ, അണുക്കൾ ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഇത് മുഴുവൻ ചെയ്യണത്. ഓക്കെ, നമ്മള് രോഗിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ കയറുന്നത്. അതിനിടയ്ക്ക് വേറെ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് മെഷേഴ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം നോക്കാം. അടുത്ത് ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഓരോ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ, ഓരോ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ്, എന്ത് സർജറിയാണ് എന്നനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഏത് സർജറിയാണെന്ന് അല്ലെ, എന്ത് സർജറിയാണ് അല്ലെ, എന്ത് സർജറിയാണെന്ന്. ഫൈബ്രോയിഡ് സർജറി ആണ് ഫൈബ്രോയിഡ്. ഓക്കെ, തൈറോയ്ഡ് ആണ് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് സർജറി ആണെന്ന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ. വേണം, ശരിയല്ലേ? ഒരിപ്പോ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന സർജറി ആയിരിക്കില്ല ത്രോട്ട് അല്ലെ. തൈറോയ്ഡ് സർജറിക്ക് വേണ്ടത് ആ സർജറിക്ക്
ഫൈബ്രോയിഡ് സർജറിക്ക് യൂസ് ചെയ്ത സാധനങ്ങളല്ല തൈറോയ്ഡ് സർജറിക്ക് യൂസ് ചെയ്തു അല്ലെ. എന്താ ഓരോ ഓപ്പറേഷൻ തിയേറ്ററും ഓരോ സർജറി അല്ലെ, ഓരോ സർജറിക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇനി എന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് ടേബിൾ in the center of the room should be able to raise, lower and tilt in any direction. ആ ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ, ആ ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം, ഇൻ ദ സെന്റർ ഓഫ് ദ റൂം അല്ലെ, നടുക്ക് തന്നെയായിരിക്കും ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ. അതെങ്ങനെയായിരിക്കണം, ശരി, ഓപ്പറേറ്റിംഗ് റൂം ഓക്കെ, ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം, ഷുഡ് ബി ഏബിൾ ടു റേസ് അല്ലെ. ഓപ്പറേറ്റിംഗ് ടേബിള് നമുക്ക് പൊക്കാനും താത്താനും ചെരിക്കാനും പറ്റണം അല്ലെ. രോഗിയെ കിടത്തും നമ്മള് സെന്റർ ഓഫ് ദ റൂമില് അല്ലെ, രോഗിയെ കിടത്തും ഓപ്പറേറ്റിംഗ് റൂമില്, സെന്റർ ഓഫ് ദ റൂമിൽ രോഗിയെ കിടത്തുമ്പോ ആ ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം അല്ലെ, അത് പൊക്കാനും താത്താനും ചെരിക്കാനും പറ്റും ഓക്കെ, ഏത് ഡയറക്ഷനിലേക്കും അതേപോലത്തെ ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ ആയിരിക്കണം ഓക്കെ. കിട്ടിയത്. ഇനി അടുത്ത് ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് allow for brilliant illumination without shadows in the case of surgery. Okay, operating room lamps allow brilliant illumination. ഓപ്പറേറ്റിംഗ് റൂമിലെ വിളക്കുകൾ അല്ലെ, ലാമ്പുകൾ allow for brilliant illumination without shadows in case of surgery അല്ലെ, സർജറി നടത്താനുള്ളതാണ്. അപ്പൊ എന്താ വരുന്നത്, ബ്രില്യന്റ് ഇലൂമിനേഷൻ, നല്ല ഇലൂമിനേഷൻ, അതായത് നല്ല വെളിച്ചം ആയിരിക്കും. ഷാഡോ വരാത്ത അതായത് നിഴല് വരാത്ത പോലത്തെ ആയിരിക്കണം ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താ, പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ്. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞു തരുമോ? എന്താ രണ്ടാമത്തെ പോയിന്റ് പറയാം. അതായത് ദ ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് allow for brilliant illumination without shadows in the case of surgery. എന്താ പറയണേ, ഓപ്പറേറ്റിംഗ് റൂമിലെ വിളക്കുകൾ അല്ലെ, അതായത് ബൾബ്, ട്യൂബ്, ഇതൊക്കെ എന്തായിരിക്കും, നല്ല ഇലൂമിനേഷൻ, നല്ല ബ്രൈറ്റ് ആയിരിക്കണം. എന്താണ്, നിഴൽ ഉണ്ടാവില്ല. എന്താ പറയണേ, വിത്തൗട്ട് ഷാഡോസ്, നല്ല നിഴൽ ഉണ്ടാവാത്ത. ഇൻ ദ കേസ് ഓഫ് സർജറിയില് ഷാഡോ, നിഴല് പാടില്ല ഓക്കെ. പിന്നെ വരുന്ന എന്താ, patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. Okay, patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. Patient എന്താ പറഞ്ഞ, പേഷ്യന്റ് രോഗി പല മോണിറ്റർ അല്ലെ, പല മോണിറ്റേഴ്സ് എന്താ, സ്ക്രീൻ അല്ലെ. പേഷ്യന്റിന്റെ രോഗി സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അയാളുടെ ഹാർട്ടിന്റെ ബീറ്റുകൾ, അയാളുടെ ശരീരത്തിന്റെ വരുന്ന സിഗ്നലുകൾ അല്ലെ, ശരീരത്തിന്റെ പോസിറ്റിവിറ്റി, അതിന്റെ എങ്ങനെ പോസിറ്റീവ് ആണ് അതിന്റെ സയൻസ് കാണിക്കണേനെ എന്താ പറയാ, മോണിറ്റേഴ്സ് ഓക്കെ. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹാർട്ട് റേറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ് അല്ലെ, ഹാർട്ട് ബീറ്റിന്റെ റേറ്റ്, ബ്ലഡ് പ്രഷർ അല്ലെ, രോഗിയുടെ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കാണിക്കണേനാണ് എന്ത് പറയാ, മോണിറ്റേഴ്സ് ഓക്കെ. പിന്നെ ഏതാ, ഈ വെന്റിലേറ്റർ. A ventilator or breathing machine stands close to the head of the operating table. അല്ലെ, വെന്റിലേറ്റർ എന്താ, എ ബ്രീത്തിങ് മെഷീൻ അല്ലെ, ശ്വാസം വലിക്കാനും എടുക്കാനുള്ള, ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തലയുടെ ഭാഗത്ത് തന്നെ എന്തുണ്ടാവും, ഈ വെന്റിലേറ്റർ ഉണ്ടാവും ഓക്കെ. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. If the procedure, general anesthesia എന്ന് പറഞ്ഞാൽ എന്താ, പലതരം അനസ്തേഷ്യ ഉണ്ടാവും. അതിനകത്ത് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കും അല്ലെ, രോഗിക്ക് വേദന ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഓക്കെ. അപ്പൊ എന്താണ് വെന്റിലേറ്റർ വിൽ ബ്രീത്ത്, ഒരു വെന്റിലേറ്റർ ആണ് ബ്രീത്തിങ് അല്ലെ, ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യണത്. ഞാൻ എന്ത് പറയാ, വെന്റിലേറ്റർ വിൽ ബ്രീത്ത് ഫോർ യു ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രൊസീജിയർ, മൂവിങ് ഓക്സിജൻ ആൻഡ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ലങ്സ് ഓക്കെ. ശ്വാസകോശം ഓക്കെ, ശ്വാസകോശങ്ങളിൽ നിന്ന്
ഓക്സിജനും ആൻഡ് എയർ. ഓക്സിജനും എയറും വരുത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണ എന്താ? വെന്റിലേറ്റർ. ഓക്കെ, അത് രോഗിയുടെ തലയുടെ ഭാഗത്ത് തന്നെ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഓപ്പറേഷൻ ടേബിളിന്റെ തലപ്പാത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ്, അതെല്ലാം അല്ല, നമുക്ക് വേഗം മനസ്സിലാവും. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അണുക്കൾ വിമുക്തമായിരിക്കും അല്ലെ. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്, അണുക്കളൊന്നും പാടില്ല. ഓക്കെ, ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. എ ഡയാതർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. ഡയാതർമി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡയാതർമി is a therapeutic treatment that uses electric currents to generate heat in layers of your skin below the surface. അല്ല, ഡയാതർമി എന്ന് പറഞ്ഞാൽ എന്താ? ഡയാതർമി means a deep heating. This treatment helps relax muscles and joints, reduce inflammation. ഒരു ഡയാതർമി മെഷീൻ ഉണ്ട്. എന്തിനാണ്? കൺട്രോൾ ബ്ലീഡിങ് അല്ലെ, ചോര ഓവർ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതെ അല്ലെ, ഓവറായിട്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ തടയാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ പറയണേ ഡയാതർമി മെഷീൻ. ഇത് യൂഷ്വലി അതെപ്പോഴും ഉണ്ടാവും അല്ലെ. എന്തിനാണ്? ടു റിലാക്സ് മസിൽസ് ആൻഡ് ജോയിന്റ്സ്, ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ്. ഇൻഫ്ലമേഷൻ എന്താ? നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബോഡി അതായത് സ്കിൻ പ്രതികരിക്കും അപ്പ വരെ, ഉണങ്ങണ വരെ. അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാല് ബോഡിയിൽ ഒരു വൂണ്ട്, മുറിവുണ്ടായി, ആ മുറിവിനെതിരെ ശരീരം പ്രതികരിച്ചുകൊണ്ടിരിക്കുക എപ്പ വരെ? മുറിവ് ഉണങ്ങണ വരെ. അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തും കൂടി ഉണ്ട്? ഡയാതർമി മെഷീൻ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ, എന്തിനാണ്? ടു കൺട്രോൾ ബ്ലീഡിങ്. ഓവറായിട്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ. സർജറിക്ക് ബ്ലീഡിങ് വല്ലാണ്ടെങ്ങാനും വന്നാൽ ഓവറായിട്ട് സർജറി സമയം ഉണ്ടാവോ? നോട്ട് പറഞ്ഞുതരാം കേട്ടാ, പറഞ്ഞുതരാം. ഓക്കെ, okay. If the surgery requires it, a heart lung machine or specialized tool may be brought into the room. Okay, if the surgery requires it, a heart lung machine or other specialized tool may be brought into the room. ഇനി സർജറിക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ്? വേറെ ഏതെങ്കിലും അത്യാവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും കൂടി നമ്മൾ കൊണ്ടുവരും. ഓപ്പറേഷന് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതും ഉണ്ടാവും. ഓക്കെ, ഇനി അവസാനത്തേതാ? The operating room will likely be cold to reduce bacterial growth. അതായത് ഓപ്പറേറ്റിംഗ് റൂം നല്ല തണുത്ത് അന്തരീക്ഷമായിരിക്കണം. ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ചില മെഡിക്കൽ ടേംസിന്റെ നോട്ട്സ് നിഷാമിസ് എങ്ങനെയാ തരിക? നിഷാമിസിന്റെ കൂടെ തന്നെയാണോ തരിക? മറ്റു മിസ്സൊക്കെ എങ്ങനെയാ തരാറ്? ഇതിന്റെ കൂടെ തന്നെ തരാറുണ്ടോ? അതോ വേറെ അയച്ചു തരുമോ നോട്ട്? ഇല്ല, വായിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ തന്നെ എഴുതിയെടുക്കുകയാണോ ചെയ്യുന്നേ? വായിക്കുമ്പോ അപ്പൊ തന്നെ എഴുതിയെടുക്കുക? വായിക്കുമ്പോ മിസ് പറഞ്ഞു തരും. എക്സ്പ്ലനേഷൻ ഉള്ളതാണെങ്കിൽ മിസ് പറഞ്ഞു തരും. അപ്പൊ തന്നെ എഴുതിയെടുക്കും അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഒരു 5 മിനിറ്റും കൂടിയാണ്. അപ്പൊ ഞാൻ മെഡിക്കൽ ടേംസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ഓക്കെ, ഇൻട്രൂസീവ് മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻട്രൂസീവ് എഴുതിയെടുക്കണോ? ഇൻട്രൂസീവ് മീനിങ്, ഇൻട്രൂസീവ്, ഇൻവേസീവ്. ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫില് ഇൻട്രൂസീവും ഇൻവേസീവും മനസ്സിലായ? ഇൻട്രൂസീവ് ആൻഡ് ഇൻവേസീവ് രണ്ടും സെയിം തന്നെയാണ്. ബോത്ത് ആർ സെയിം. രണ്ടും എന്താണ്? വിച്ച് മീൻസ് ഓപ്പറേഷൻസ്. അതായത് ബോഡിയിൽ കട്ടിങ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഇന്റേണൽ ഓർഗാൻസ് സർജറി ചെയ്യാനായിട്ട്, നമുക്ക് എക്യുപ്മെന്റ്സ് കയറ്റാനായിട്ട്. ഓക്കെ, അതിനെയാണ് ഇൻട്രൂസീവ് അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയണം. ഓക്കെ, പിന്നെ ഏതാ വരുന്നത്? ലാപ്രോസ്കോപ്പ്. ലാപ്രോസ്കോപ്പ് എന്താ മിസ് പറഞ്ഞേ? ചെറിയ തിൻ വീഡിയോ ക്യാമറ. ലാപ്രോസ്കോപ്പി യൂസസ് എ തിൻ ലൈറ്റഡ് ട്യൂബ്
ദാറ്റ് ആസ് എ വീഡിയോ ക്യാമറ. ഓക്കെ, അപ്പൊ ഇതിനിപ്പോ ഒരു 5 മിനിറ്റ് ഉള്ളു. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് ഇനിയിപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ നോട്ട്സ്, ഇതിന്റെ നോട്ട്സ് നെക്സ്റ്റ് ക്ലാസ് തന്നാ മതിയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി മാം. മതിയാണ്. മതി മാം. മതി മാം, മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെ നമ്മൾ ഇന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ പഠിച്ചേ? ഓപ്പറേഷൻ തിയേറ്റർ എന്താന്ന് പഠിച്ചു അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT എന്താണത്? ഇറ്റ് ഈസ് എ പ്ലേസ് where intrusive surgical procedures take place അല്ലെ? ലൈക്ക് കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി അല്ലെ? ഇനി എന്താ പഠിച്ചേ? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് otherwise known as operating rooms അല്ലെ? OT is also known as OR. OR എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് റൂംസ്. ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT എന്ന് പറഞ്ഞാൽ OR എന്ന് പറയും. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് റൂം എൻവിറോൺമെന്റ് അതെങ്ങനെയായിരിക്കും എന്ന് പഠിച്ചു? ജേം ഫ്രീ ആയിരിക്കണം അല്ലെ? പിന്നെന്താ? മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കണം പഠിച്ചു അല്ലെ? പിന്നെന്താ? എയർ കണ്ടീഷൻ ആയിരിക്കണം. ഓപ്പറേഷൻ റൂം എന്തായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരിക്കണം? ജേം ഫ്രീ ആയിരിക്കണം. പിന്നെന്താ? ലൂമിനസ് ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, OR എക്യുപ്മെന്റ്സ് ഏതൊക്കെ എക്യുപ്മെന്റ്സ്? കാർഡിയാക് ആൻഡ് റെസ്പിറേറ്ററി ശ്വാസവും ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കണം. പിന്നെന്താ? എമർജൻസി റെസിസ്റ്റീവ് ഡിവൈസസ്. റെസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? രോഗി അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ? സർജറിക്ക് രോഗി ബോധമില്ല, അനസ്തേഷ്യ ആയിരിക്കും. അപ്പോ അയാൾക്ക് ശ്വാസം ഓക്സിജൻ കൊടുക്കാനും ഉള്ള ഡിവൈസിനെയാണ് എന്ത് പറയാ? റെസിസ്റ്റീവ് ഡിവൈസ്. പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റിന്റെ അവസ്ഥ, അപ്പോഴത്തെ അവസ്ഥ, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ റേറ്റ് ഇത് കാണിക്കുന്നതിന് എന്ത് പറയാ? പേഷ്യന്റ് മോണിറ്റേഴ്സ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഇതൊക്കെ എന്തായാലും എന്ത് വേണം? OR എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ. അത് ക്ലിയർ ആയില്ലേ? ഇല്ലേ? എല്ലാവർക്കും ക്ലിയർ ആവണില്ലേ? ഓക്കെ, ഇനി അടുത്ത് സം ഓഫ് ദ സ്റ്റാഫ്. ഏതൊക്കെയാണ് സ്റ്റാഫ്? ആരൊക്കെയാ? സർജൻ വേണം. പിന്നെ ആരാ വേണ്ടേ? അനസ്തേഷ്യ കൊടുക്കാൻ. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കാനുള്ളവര്. പിന്നെന്താ വരിക? നഴ്സുമാര്, സപ്പോർട്ട് വർക്കേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്, കാർഡിയോഗ്രാഫേഴ്സ് അല്ലെ? ഓക്കെ, പോളിസി. മിസ് പറഞ്ഞു ഒരു പോളിസി ഉണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ അല്ലെ? എന്താണ്? ID. നിങ്ങളുടെ ഉദ്ദേശം നല്ലതായിരിക്കണം. ID അല്ലെ? ഒരു ID കാണിക്കണം. നിങ്ങളുടെ ID എക്സിക്യൂട്ടീവ്സിനെ കാണിക്കണം. ഓപ്പറേറ്റിംഗ് ഡയറക്ടറിന്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡയറക്ടർ എക്സിക്യൂട്ടീവ്സിനെ കാണിക്കുക. നെയിൽ പോളിഷ് പാടില്ല, ആർട്ടിഫിഷ്യൽ നെയിൽസ് പാടില്ല, ജെല്ലറി റിമൂവ് ചെയ്യണം, സർജിക്കൽ ക്ലോത്ത്സ്, പിന്നെ പെർഫോം സർജിക്കൽ സ്ക്രബ്, പിന്നെ സെപ്റ്റിക് ആയിരിക്കണം, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം എല്ലാം. ഓക്കെ, പിന്നെന്താ? ഈ ഓപ്പറേറ്റിംഗ് റൂം ഓരോ ഓപ്പറേഷൻ റൂമും എങ്ങനെ ഇരിക്കണം? ഓപ്പറേറ്റിംഗ് റൂമും വ്യത്യസ്തമായിരിക്കും അല്ലെ? തൈറോയ്ഡ് സർജറി ഉള്ളവർക്കല്ല, ഫൈബ്രോയിഡ് സർജറിക്കാർ അല്ലെ? ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം ടേബിൾ ഇൻ ദ സെന്റർ എന്തായിരിക്കണം? അത് പൊക്കാനും താത്താനും ഏത് ഡയറക്ഷനിലേക്കും എന്തുമായിരിക്കണം? ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ? സെന്ററിലായിരിക്കും ഓപ്പറേറ്റിംഗ് ടേബിൾ. നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ട് അല്ലെ? ഫിലിംസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ സർജിക്കൽ ക്ലോത്ത്, പിന്നെന്താ? ഓപ്പറേറ്റർ നല്ല വെളിച്ചമായിരിക്കണം അല്ലെ? നമുക്ക് അതൊന്നും ഒരു പാറ്റും പാടില്ല. എന്തൊക്കെയാ? പേഷ്യന്റ് വിൽ ബി ലിങ്കഡ് അല്ലെ? മോണിറ്റർ, ഡിഫറെന്റ് പല മോണിറ്ററുകൾ വെച്ചിട്ടുണ്ടാവും. എന്തിനാ? പേഷ്യന്റിന്റെ രോഗാവസ്ഥ, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ. എ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ്. വെന്റിലേറ്റർ അടുത്ത് തന്നെ ഉണ്ടാവും, ബ്രീത്തിങ് ഓക്കെ ആക്കാൻ. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ്, ജേം ഫ്രീ. പിന്നെ ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ. സർജറിക്ക് നടക്കുന്നതിനിടയ്ക്ക് ബ്ലീഡിങ്, ഓവർ ബ്ലീഡിങ്, ചോര അല്ലെ? ഓവർ ബ്ലീഡിങ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഡയാതെർമി മെഷീൻ. ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ് എ ഹാർട്ട് ലങ് മെഷീൻ. ഇനി ഇതെല്ലാം പോരാഞ്ഞ് സർജറിക്ക് വേറെ വല്ല മെഷീൻ വേണമെങ്കിൽ അതും നമ്മൾക്ക് കൊണ്ടുവരണം. ഓക്കെ, എന്താണ്? ഓപ്പറേറ്റിംഗ് റൂമിൽ അല്ലെ? ദ ഓപ്പറേറ്റിംഗ് റൂം വിൽ ബി ലൈക്ലി ടു കോൾഡ് ടു റിഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. എന്ന് പറഞ്ഞാ നല്ല തണുപ്പായിരിക്കണം. എന്തിനാണ്? ബാക്ടീരിയ തടയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് മനസ്സിലായ? ഇന്ന് നമ്മൾ എടുത്തേക്കണ ഇത്രയാണ്. ഓക്കെ ആണോ? നിങ്ങള് അറിയോക്കെ?
ക്ലിയർ ആയോ? നോട്ട് ആ ഇനി മനസ്സിലാവാത്ത മെഡിക്കൽ ടേം ഉണ്ടെങ്കിൽ മിസ് അടുത്ത ക്ലാസ്സിൽ നോട്ടൊരു തരാം കേട്ടോ. ഇതിപ്പോ ആദ്യത്തെ ക്ലാസ് അല്ലേ, ഇപ്പൊ മെഡിക്കൽ ടേംസ് മിസ് പറഞ്ഞ് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അതിന്റെ നോട്ട് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. ഇപ്പൊ നിങ്ങക്ക് കിട്ടില്ല എന്തൊക്കെ നമ്മൾ നോക്കിയേക്കണേ? ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്താണ്, സർജറീസ് ഏതൊക്കെയാണ്, എക്യുപ്മെന്റ് ഏതാണ്, എൻവിറോൺമെന്റ് എങ്ങനെയാണ്, സ്റ്റാഫ്സ് ആരൊക്കെയാണ്, പിന്നെന്താണ് പോളിസി അല്ലെ, അതിനകത്ത് കിടക്കാനുള്ള പോളിസി, പിന്നെ ലാസ്റ്റ് അവസാനത്തെ എന്താ ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം അല്ലെ. ഓരോ ഓപ്പറേറ്റിംഗ് റൂമും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരാൾക്കുള്ള സർജറി ആയിരിക്കില്ലേ വേറെ ആൾക്ക്, ഒരാൾക്ക് ത്രോട്ട് ആണെങ്കിൽ ഒരാൾക്ക് ഫൈബ്രോയിഡ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ആ മിസ്സിന്റെ പേര് അർച്ചന അരവിന്ദ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ആ മെഡിക്കൽ ടേംസിന്റെ പേര്, മെഡിക്കൽ ടേംസിന്റെ നോട്ട് തരാം കേട്ടാ. ഇനി മനസ്സിലാവാത്ത മെഡിക്കൽ ടേംസിന് ഇതിപ്പോ ആദ്യ ക്ലാസ് ആയത് കാരണം അപ്പൊ ഇനി വായിച്ചു നോക്കിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ക്ലാസ് കഴിയാറായി, ക്ലാസ്സിന്റെ നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. 11:30 ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, ma'am. താങ്ക് Thank you, ma'am. ഓക്കെ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.